ഹായ്, ഹായ്. ഞാൻ അച്ഛമ്മ ഉണ്ടാക്കുന്ന ചൂരക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ചൂരക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതേ സെയിം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല വീഡിയോയിൽ ഞങ്ങള് ശരി, ഓക്കെ, ബൈ. ഞങ്ങളൊരു വീഡിയോയിൽ കാണാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കണേ ആ പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. കുടംപുളി ഇട്ടിട്ടുണ്ട്. കുടംപുളി ഏകദേശം പുളിക്കനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടോളൂ. ഇതിലിപ്പോൾ ഒരു 5-6 ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ചൂരയാണ്. അപ്പോൾ ഇതിന്ന് ഒരു 3-4 കഷ്ണം ഞാൻ വറുക്കെടുക്കായിരിക്കും, ബാക്കിയൊക്കെ കറിയിലേക്കിടും. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിക്കുള്ളത് ഞാൻ നോക്കി ഇട്ടേക്കണത്. ഞാനല്ല, സോറി, ബാബേട്ടൻ. ഇവിടുത്തെ നാളികേരൊക്കെ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കിട്ടും. ഞാൻ ശ്രീലങ്ക മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. സാധാ നാളികേരം കിട്ടും, പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്തായിട്ട് കിട്ടും. എനിക്കിത്തിരി മടിയുള്ള കാരണമുണ്ടേ ഇതാണ് നല്ലത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ നാളികേരം ആവശ്യത്തിന് ഇടുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ വെച്ചാൽ നാളെ കാലത്തേക്ക് വരെ കറി ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ വെക്കണേ കേട്ടോ. സോറി ബാബേട്ടൻ. മല്ലിപ്പൊടി ഇത് എത്ര ഇട്ടെ? 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ. ഞാൻ വീട്ടിൽ കട്ടിയൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന മുളക് പൊടി, അത് നല്ല എരിവുണ്ട്. അത് കാരണം കൊണ്ട് ഒരു 1.5 സ്പൂണ് ഈ പൊടി ഇട്ടുള്ളൂ. പിന്നെ ചേട്ടൻ പറഞ്ഞു കാശ്മീരി ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കളറും കിട്ടും, കുഴപ്പമില്ലാത്തൊരു ഇത്തിരി ഒരു എരിവും കൂടിയും കിട്ടും. കാശ്മീരി ഇതേ ഈ സൈഡിലിട്ടേക്കണേ, അതിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ട. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കണത് ഇതേ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കറിയിലേക്ക് ഇടാനും ഇത് ഉള്ളി കാച്ചാനും മാറ്റി വെച്ചിട്ടുണ്ട്. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൂട്ടാം. ഈ അരിഞ്ഞച്ച സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടോ. എന്നോട് പറഞ്ഞു കറിവേപ്പില തണ്ടടക്കം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തണ്ടടക്കം ഇട്ടിട്ടുണ്ട്. 1 തക്കാളി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിന് നോക്കിയിട്ടിടണം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ഇടണ്ടേ. ഞാനൊരു കയ്യിൽ ഇത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണാണ്ട് ഇത് വേറെ കയ്യിലെടുത്ത് വന്നേക്കാം. ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഇട്ടില്ല. ഓക്കെ, ഞാൻ അരി കഴുകുന്ന സമയത്ത് മീൻ ഇടട്ടേന്ന് ചോദിച്ചായിരുന്നേ. അപ്പം ഇട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല കേട്ടോ, ഇടാൻ പോണല്ലോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം അവൾക്ക്. രാവിലത്തെ അല്ല കേട്ടോ ഗൈസ്, ഒരു ഉച്ച സമയത്ത് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാനൊരാഗ്രഹം. എനിക്കല്ല, കെട്ടിയവന്. ഇവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കണേ. അത് വെച്ചിട്ട് ഉലുവയും ഉള്ളിയും വേപ്പിലും കൂടിയിട്ട് താളിച്ചിട്ടുണ്ട്. ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തോരൻ വെക്കണം. അപ്പോൾ ചീര തോരനായിട്ടുണ്ട്, മീൻ വറുത്തതായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ ഇങ്ങനെയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.